നമസ്കാരം, ഞാൻ അനീഷ് മൈക്കിൾ M&S എഞ്ചിനീയറിംഗ് കമ്പനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രത്ത് കാഞ്ഞിരംകുളത്ത് വേങ്ങപ്പറ്റ ഡിവിഷനിലുള്ള വാട്ടർ അതോറിറ്റിയുടെ ഒരു ഡ്രിങ്കിംഗ് വാട്ടർ പ്രൊജക്റ്റിലാണ്. ഇവിടെ ഏകദേശം ഒരു 11 ലക്ഷം ലിറ്ററിന്റെ ഒരു വലിയൊരു ടാങ്ക് കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ അതിന്റെ മെയിൻ ഫീഡർ ടാങ്കിന്റെ മെയിൻ പമ്പാണ് നമ്മൾ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സൈഡില് ക്രോംപ്ടൺ ബ്രാൻഡിന്റെ 6W 12W 7.5 DU എന്ന് പറയുന്ന 6 ഇഞ്ചിന്റെ ബോർവെല്ലാണ് നമ്മൾ ഇറക്കാൻ പോകുന്നത്. ഇതൊരു വാട്ടർ കൂൾഡ് ടൈപ്പ് ബോർവെല്ലാണ്. ഇതിന്റെ ഹെഡ് റേഞ്ച് വന്നിട്ട് നമുക്ക് 132 മീറ്റർ വരെ മാക്സിമം ഹെഡ് ഉണ്ട്. 2 ഇഞ്ചാണ് ഈ പമ്പിന്റെ ഡെലിവറി സൈസ്. അതുപോലെ തന്നെ മാക്സിമം ഡിസ്ചാർജ് 4.17 LPS, അതായത് ഒരു മണിക്കൂറിൽ നമുക്ക് 15,000 ലിറ്റർ വരെ ഇതിന് നമുക്ക് ഫ്ലോ റേറ്റ് കിട്ടും. വാട്ടർ കൂൾഡ് പമ്പായിട്ട് തന്നെ മോട്ടോർ സൈഡിൽ വെള്ളമെല്ലാം ഒഴിച്ചു ക്ലിയർ ചെയ്തു. അതിൽ റോട്ടറിൽ നല്ല ഫ്രീ ആക്കി, ഷാഫ്റ്റ് എല്ലാം ഫ്രീ ആക്കിയതിനു ശേഷം പമ്പെല്ലാം നല്ല നീറ്റായിട്ട് കപ്പിൾ ചെയ്തു. അതിനുശേഷം നമ്മൾ ഇതിന്റെ മേളിലായിട്ട് SS-ന്റെ ഒരു HDP കോളർ ടൈറ്റ് ചെയ്തു. അതിനുശേഷം 14 mm ഡബിൾ ഡ്രോപ്പാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അത് നല്ല നീറ്റായിട്ട് ടൈറ്റ് ചെയ്ത് പമ്പ് സൈഡിലും അതുപോലെ നമ്മുടെ ഹുക്കിലും എല്ലാം നല്ല നീറ്റായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിയതിനു ശേഷം നമ്മൾ ഈ പമ്പ് ഇറക്കാൻ പോകണം. അപ്പൊ ഈ ഒരു പമ്പ് നമ്മൾ ഇറക്കുമ്പോൾ സാധാരണ 6 ഇഞ്ച് പമ്പ് എല്ലാവരും ചെയ്യുന്നത് നമുക്ക് ട്രൈപോഡിലാണ് ഇറക്കുന്നത്. അത് ലോഡ് ചെയ്ത് നിർത്താനൊക്കെ എളുപ്പം അതാണ്. എന്നാൽ നമുക്കിവിടെ ഇന്നത്തെ ടെക്നീഷ്യന്മാർ 6 പേര് ഇവിടെ ഉണ്ട്. അപ്പൊ 6 പേര് പറഞ്ഞു നമുക്ക് അതിനൊന്നും ആവശ്യമില്ല, അവർക്ക് കൈക്ക് തന്നെ ഇറക്കാൻ പറ്റും. തൊട്ടടുത്ത് തന്നെ ഒരു GIയുടെ പൈപ്പ് നിൽപ്പുണ്ട്. അതും കൂടെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ട്രൈപോഡിന്റെ ആവശ്യമില്ല, കൈക്ക് തന്നെ ഇറക്കാൻ പോവാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കോളം പൈപ്പാണ് ഉപയോഗിക്കുന്നത്. 2 ഇഞ്ചിന്റെ 35 kgയുടെ കോളം പൈപ്പാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. KMB ബ്രാൻഡാണ്. നമ്മൾ കാണുന്ന പോലെ നല്ല ഹെവി തിക്നെസ് ഉണ്ട് ഈ പൈപ്പിന്. അതുപോലെ തന്നെ ഒരു പൈപ്പ് തന്നെ 3 കിലോയോളം വെയിറ്റ് വരും. ഈ കാണുന്ന പോലെ കപ്ലിംഗ് സൈസ് ഏകദേശം ഒരു 9 ഇഞ്ച് നീളത്തിലുള്ള കപ്ലിംഗ് സൈസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇങ്ങനെ വരുന്ന സൈറ്റുകളിൽ ഹൈ ഡിസ്ചാർജ് പമ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നല്ല ഹെവി ആയിട്ടുള്ള 35 kg അല്ലെങ്കിൽ 30 kgക്ക് മേളിലോട്ടുള്ള പൈപ്പുകൾ തന്നെ മസ്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കണം. എങ്കിൽ മാത്രമേ ഈ വരുന്ന പ്രഷറും വെള്ളവും നമുക്ക് ഇതിനകത്ത് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ സൈറ്റിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ക്രോംപ്ടൺ ബ്രാൻഡിന്റെ 6² mm ഫ്ലാറ്റ് കേബിൾ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ സാധാരണ എല്ലാ സൈറ്റിലും ഉപയോഗിക്കുന്ന ഹെവി ഡ്യൂട്ടി കേബിൾ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ 6 പേരും കൂടെ ചേർന്ന് പമ്പെല്ലാം ഇറക്കുകയാണ്. അതിനുശേഷം ഓരോ പൈപ്പായിട്ട് നമ്മളിത് ത്രെഡ് ചെയ്ത് ഈ കാണുന്ന പോലെ ഓരോ വാഷർ ഇതിനകത്ത് ഉണ്ടാവും കോളം പൈപ്പിന്റെ അറ്റത്ത്. ആ വാഷർ ടൈറ്റ് ആവുന്ന രീതിയിൽ ടൈറ്റ് ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് കോളം പൈപ്പുകൾ ഇറക്കി. ടോട്ടൽ 300 അടി നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു. നമ്മൾ ഇതിനകത്ത് 280 അടി വരെയാണ് ഇറക്കുന്നത്. ഈ ബോറിൽ അത്യാവശ്യം നല്ല രീതിയിൽ മണ്ണുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം 20 അടി മേളിലാണ് ഈ പമ്പ് നിർത്താൻ ഉദ്ദേശിക്കുന്നത്. കോളം പൈപ്പ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇറക്കി കഴിഞ്ഞു. അതിനുശേഷം കോളം അഡാപ്റ്ററിന്റെ ടോപ്പ് പോർഷൻ പിടിപ്പിച്ചു. അതിനുശേഷം നമ്മുടെ ബോർ ക്ലാമ്പെല്ലാം പിടിപ്പിച്ച് നല്ല ടൈറ്റ് ആയിട്ട് കെട്ടി റെഡിയാക്കി സെറ്റാക്കി വെച്ചു. ഇതിനുശേഷം നമ്മുടെ ഇലക്ട്രിക്കൽ സപ്ലൈസും കണക്ഷൻസ് എല്ലാം കറക്റ്റ് ചെയ്തു. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് L&T ബ്രാൻഡിന്റെ DOL സ്റ്റാർട്ടാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഇവിടെ M-പവറിന്റെ പ്രിവെന്റർ യൂണിറ്റ് വെക്കുന്നുണ്ട്. അതിനകത്ത് മൊബൈൽ ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു പാനൽ യൂണിറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രൈ റൺ, ഹൈ വോൾട്ടേജ്, ലോ വോൾട്ടേജ് ആയിട്ടുള്ള കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻസും വരുന്നുണ്ട്. അങ്ങനെ ഈ സൈഡിലെ കംപ്ലീറ്റ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റാർട്ടർ ഓൺ ചെയ്യാണ്. ഈ കാണുന്നതാണ് ഇതിന്റെ ഒരു പെർഫോമൻസ്. ഈ കാണുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പെർഫോമൻസ് വരുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ ഇതിൽ ഒരു ചുവന്ന കളർ ഉണ്ട്. കാരണം ഈ ഒരു ബോറിനകത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള മണ്ണ് കലർന്നു വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇമ്പല്ലർ ഗ്യാപ്പ് വലുതായതുകൊണ്ട് തന്നെ പമ്പ് സൈഡ് നോർമൽ സ്റ്റക്ക് അങ്ങനത്തെ സ്റ്റക്ക് ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. ഈസി ആയിട്ട് ഇത് പമ്പ് ചെയ്യാൻ പറ്റും. നല്ലൊരു പെർഫോമൻസ് നമുക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ കംപ്ലീറ്റ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞായിരുന്നു. പമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഫ്ലോ ആണ് കിട്ടുന്നത്. ഇതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഈ കാണുന്ന ഈ ഒരു വലിയ ടാങ്കിനകത്തോട്ടാണ് ഇത് ഫുൾ ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. ഈ പുറകെ കാണുന്നത് M&S എഞ്ചിനീയറിംഗ് കമ്പനിയുടെ ടീം മെമ്പേഴ്സ് ആണ്. നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു പമ്പ് ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.